നമസ്കാരം പ്രിയപ്പെട്ടവരെ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 1526 പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിങ്ങളറിഞ്ഞു അത്? കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഡയറക്ടറേറ്റ് ജനറൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ആണ് അപേക്ഷ ക്ഷണിച്ചത്. 1526 വേക്കൻസികളുണ്ട്. എന്തൊക്കെ പോസ്റ്റാണ്? അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറുണ്ട്, ഹെഡ് കോൺസ്റ്റബിളുണ്ട്, വാറണ്ട് ഓഫീസറുണ്ട്, ഹവിൽദാറുണ്ട്. ഇത്രയും പോസ്റ്റുകളിലേക്ക് 1526 വേക്കൻസികളാണുള്ളത്. ഇന്ത്യ മുഴുവനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫെയേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സ് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അത് ഇന്ത്യക്ക് മുഴുവനായിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കേരളത്തിൽ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യമുണ്ടോ? കേരളത്തിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കേരളത്തിൽ പറ്റും. കേരളത്തിൽ തിരുവനന്തപുരത്ത് CRPFൻ്റെ ക്യാമ്പിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റുണ്ട്, കമ്പ്യൂട്ടർ ടെസ്റ്റുണ്ട്, സ്കിൽ ടെസ്റ്റുണ്ട്. ഇത്രയും ടെസ്റ്റുകളാണ് ഇതിലുള്ളത്. ഇനി വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ എന്താണ് എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ കേൾക്കാം അല്ലേ? വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി വേണ്ട കേട്ടോ, +2 മതി. ഹയർ സെക്കൻഡറി, സീനിയർ ഹയർ സെക്കൻഡറി, അതല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എന്നാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ +2. അപ്പോൾ +2 വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് നമുക്ക് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ആകാം, അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആവാം, അല്ലെങ്കിലോ ഹവിൽദാർ ആകാം, അല്ലെങ്കിൽ വാറണ്ട് ഓഫീസർ ആവാം. ഇതെല്ലാം കൂടി ചേർന്ന് 1526 വേക്കൻസികളാണുള്ളത് ഇന്ത്യ ഒട്ടുക്ക്. ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 4 തരത്തിൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റാണ് കൂടുതലുള്ളത്, പിന്നെ കമ്പ്യൂട്ടർ നോളജ് നോക്കുന്നുണ്ട്, സ്കിൽ ടെസ്റ്റുണ്ട്. നല്ലൊരു അവസരമാണെന്ന് തോന്നുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാകാനുള്ള ഒരു ചാൻസാണ്. ഇനി അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറുടെ ലെവൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് ലെവലിൽ വരും? ലെവൽ 5 ഓഫീസറാണ്. ലെവൽ 5 ഓഫീസറാണ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ. അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ ആണെങ്കിലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലെവൽ 4. ഇനി ലെവൽ 5 ഉദ്യോഗസ്ഥരുടെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലെവൽ 5 ഉദ്യോഗസ്ഥരുടെ ശമ്പള സ്കെയിൽ എത്രയാണ്? 29,200 തുടങ്ങും. 29,200 92,300 ലെവൽ 5ൻ്റെ ശമ്പള സ്കെയിൽ. ലെവൽ 4ൻ്റെ ശമ്പള സ്കെയിലോ 25,500, 81,200. ഇതാണ് ശമ്പള സ്കെയിൽ. നല്ല ശമ്പളമല്ലേ? ഇത് ബേസിക്കാണ് ഈ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അലവൻസ് HR എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു തുക ശമ്പളമായിട്ട് കിട്ടും. അപ്പോൾ പോലീസിൽ ജോലി ആഗ്രഹം ഉള്ള ചെറുപ്പക്കാർ, മറ്റൊരു കാര്യം പറയാൻ വിട്ടുവിട്ട്, സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. കാരണം സ്ത്രീകൾ പ്രത്യേകിച്ച് അപേക്ഷിക്കണമെന്ന് നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇതിൽ പോസ്റ്റുണ്ട്. അപ്പോൾ നമുക്ക് ഡിഗ്രി വേണ്ട, +2 മതി. പോലീസ് ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചാൻസാണ്. 1526 വേക്കൻസിയാണ്. ആപ്ലിക്കേഷൻ സ്വീകരിച്ച് തുടങ്ങിയല്ലോ. കഴിഞ്ഞ മാസം, ഈ കഴിഞ്ഞ 9-ാം തീയതി തുടങ്ങി. ജൂൺ 9-ാം തീയതി തുടങ്ങി. ജൂലൈ 7-ാം തീയതി വരെ ഇത് നമുക്ക് അപേക്ഷകൾ സ്വീകരിക്കും. ജൂലൈ മാസത്തിൽ. അപ്പോൾ ഇനി അധികം ദിവസമില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണം. എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? വെബ്സൈറ്റ് അറിയണ്ടേ? ഇതാ നോട്ട് ചെയ്തോളൂ. വെബ്സൈറ്റ് rectt.bsf.gov.in. മനസ്സിലായല്ലോ? rectt.bsf.gov.in. ഇതാണ് വെബ്സൈറ്റ്. ഇനി വെബ്സൈറ്റിൽ കയറി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രവാസി ഭാരതി അയച്ചു തരാം, കുഴപ്പമില്ല. ഞങ്ങളുടെ നമ്പറും കൂടെ നോട്ട് ചെയ്തോളൂ. 0091-843-2424843. 0091 ഇന്ത്യയിലെ കോഡ്. 0091-843-2424843. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേരും നിങ്ങളൊരു മെസ്സേജ്, BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണല്ലോ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, ആ BSF എന്ന് ടൈപ്പ് ചെയ്തൊരു മെസ്സേജ് അയച്ചോളൂ. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം. നോട്ടിഫിക്കേഷൻ്റെ കോപ്പിയാണ് കേട്ടോ അയക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 1526 പോസ്റ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഏതൊക്കെ പോസ്റ്റ് എന്ന് പറഞ്ഞു, വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താല്പര്യമുള്ളവർ ഇപ്പം തന്നെ അപേക്ഷിക്കുക. മനസ്സിലായല്ലോ കാര്യങ്ങൾ? ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പ്രവാസി ഭാരതിയുടെ യൂട്യൂബ് ചാനലും അതോടൊപ്പം ഫേസ്ബുക്ക് പേജും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചെയ്യണം. കാരണം നല്ലൊരു അറിയിപ്പ് വരുന്നുണ്ട് ഡിഗ്രിക്കാർക്ക് വേണ്ടിയുള്ള സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കമ്പൈൻഡ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ CGL, അതിൻ്റെ അപേക്ഷ സ്വീകരിക്കാനുള്ള സമയമായിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, പക്ഷേ ഉടൻ വരും. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടുത്ത അധ്യായത്തിൽ നമ്മൾ പറയും. നന്ദി, നമസ്കാരം.